അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താ മക്കളെ വിശേഷം? റാഹത്തല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ ഫിഖ്ഹിലെ പാഠം 1 അല്ലേ? ഒന്നാമത്തെ പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് അറിയാം. ഇസ്ലാം കാര്യം എത്രയാണുള്ളത്? ഇസ്ലാം കാര്യങ്ങള് നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചിരുന്നല്ലേ അല്ലേ? ഇസ്ലാം കാര്യം അഞ്ചാണ്, അഞ്ചും അറിയൽ ഫർളാണ്, കലിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അത് രണ്ടാണ്, ഇസ്ലാം കാര്യമിൽ മൂന്നാമത്തത് മുതലിനടുത്ത സക്കാത്താണ്, നാലോ റമളാൻ നോമ്പാണ്, അഞ്ചാമത്തത് ഹജ്ജാണ്. ഇങ്ങനെ നമ്മളൊരു പാട്ട് പഠിച്ചില്ലായിരുന്നോ? അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5 അല്ലേ? അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് ഇസ്ലാം കാര്യങ്ങൾ പഠിക്കാനാണ്. നമുക്കൊന്ന് ചാപ്റ്ററിലേക്ക് പോയാലോ? അപ്പൊ പാഠം 1, ഇസ്ലാം കാര്യങ്ങൾ. ഒന്നാമത്തേത് ഏതാണ്? ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. എന്താണ് ഷഹാദത്ത് കലിമ? രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. രണ്ടാമത്തേതോ 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. നിസ്കാരം 5 എണ്ണം ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് ഉമ്മച്ചിമാരുടെ കൂടെ നിസ്കരിക്കാൻ തുടങ്ങിയില്ലേ? അപ്പൊ മാഷാ അല്ലാ. എന്താണ് രണ്ടാമത്തേത്? 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കുക അല്ലെ? നമ്മള് റമദാൻ മാസത്തിലൊക്കെ സക്കാത്ത് കിട്ടാറില്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അതാണ് മൂന്നാമത്തേത്. ഇനി നാലാമത്തേതോ റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കാറുണ്ടോ? ഇല്ല അല്ലെ? നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. അപ്പോ വലിയ നമ്മുടെ ഉമ്മമാരും ഇത്താത്തമാരും ഇക്കാക്കമാരൊക്കെ നോമ്പ് നോൽക്കാറുണ്ട് അല്ലെ? റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളതും എന്താണ് ഇസ്ലാം കാര്യമിൽ എത്രാമത്തേതാ? നാലാമത്തേത് അല്ലെ? ഓക്കെ മാഷാ അല്ലാ. ഇനി അഞ്ചാമത്തേതോ ഹജ്ജ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ ഹജ്ജ് ചെയ്തവരുണ്ടാവൂലേ? നമ്മുടെ വല്യപ്പയോ വല്യമ്മയോ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലൊക്കെ ചെയ്തവരുണ്ടാവും അല്ലെ? അപ്പം ഇസ്ലാം കാര്യങ്ങളിൽ എത്രാമത്തേത് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്? അഞ്ചാമത്തേത് അല്ലെ? അപ്പൊ ഇതാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഏതായിരുന്നു? 2 ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക അല്ലെ? അപ്പൊ നമുക്കിനി ഷഹാദത്ത് കലിമ പഠിച്ചാലോ? ഷഹാദത്ത് കലിമ എങ്ങനെ ചൊല്ലാന്നറിയോ മക്കൾക്ക്? അറിയോ? ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് ഷഹാദത്ത് കലിമ. ഇനി നമുക്ക് ഈ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഒന്ന് നോക്കിയാലോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. എന്താണ്? എന്താണ് അർത്ഥം? ഒന്ന് പറഞ്ഞേ. തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന്, അതെ മാം ഇങ്ങനെ അടിയിലൂടെ ലൈൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അവിടെ കൈ വെക്കണം കേട്ടോ എല്ലാവരും. അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന്റെ അർത്ഥം കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കാം. വഅഷ്ഹദു അന്ന വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായും, മാമിന്റെ കൂടെ റീഡ് ചെയ്യണം കേട്ടോ. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേര് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം അല്ലെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. എങ്ങനെയാണ്? ഒന്നുകൂടെ പറയട്ടെ. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച്
വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. ഇപ്പൊ രണ്ട് ഷഹാദത്ത് കലിമയുടെ അർത്ഥം പഠിച്ചല്ലോ മക്കളെ. ഒന്നുകൂടെ പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിനർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. ഇനിയോ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അപ്പൊ പഠിച്ചില്ല മക്കളെ? ഇനി നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ തദ്രീബാത്തുകൾ ഒന്ന് നോക്കിയാലോ. എന്താണ് തദ്രീബാത്തിൽ ഒന്നാമത്തത്? ക്രമത്തില് നമ്പർ ഇടാനാണ് അല്ലെ. ഇതെന്താന്ന് മനസ്സിലായോ? ഷഹാദത്ത് കലിമയുടെ ആദ്യത്തെ വാക്കുകളാണ് അല്ലെ. എന്തായിരുന്നു അത്? വെരി ഗുഡ്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ എവിടെ അഷ്ഹദു എന്ന് കണ്ടുപിടിച്ചേ? ഇതാണോ? അല്ലെ രണ്ടാമത്തേതാണോ, മൂന്നാമത്തേതാണോ, നാലാമത്തേതാണോ? ഏതാണ് അഷ്ഹദു? വെരി ഗുഡ്, മൂന്നാമത്തേത് അല്ലേ. ഒന്ന് നമ്പർ ഇട്ട് നമ്മള്. ഇനി അഷ്ഹദു അല്ലാ ഇലാഹ, എവിടെ അല്ലാ ഇലാഹ ഇല്ലതാണ്? വെരി ഗുഡ്. രണ്ട്ന്ന് നമ്പർ ഇട്ടു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേ ഇല്ല എന്നുള്ളതില് നമ്മൾ മൂന്നെന്ന് നമ്പർ ഇട്ടു അല്ലേ. അള്ളാ എന്നുള്ളതിന് നാലെന്ന് നമ്പർ ഇട്ടു. ഇനി നോക്കിയേ, അടുത്തത് എന്താണ്? നമ്മുടെ ഇസ്ലാം കാര്യമില്ല, അഞ്ചെണ്ണത്തിന്റെയും ചിത്രങ്ങളാണ് നമ്മൾ മുകളിൽ നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്തിട്ടില്ലേ. ഇസ്ലാം കാര്യമില്ല ഒന്നാമത്തേത് ഏതാണ്? ദേ ഒന്ന്, രണ്ട് ഷഹാദത്ത് കലിമ അല്ലെ. രണ്ടാമത്തേതോ? വെരി ഗുഡ്. ഏതാണ്? നിസ്കാരം. രണ്ടാമത്തേത് നിസ്കാരം. മൂന്നേതായിരുന്നു? മാഷാല്ലാ, മുതലിനടുത്ത സക്കാത്താണ് അല്ലെ മൂന്നാമത്തേത്. ഇനി നാലാമത്തേതോ? റമലാൻ നോമ്പ്. വെരി ഗുഡ്, റമലാൻ നോമ്പാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് ഹജ്ജാണ് അല്ലെ. ഏ അഞ്ചാമത്തേത് ഹജ്ജ്. ഇനി നോക്കിയേ, അടുത്തത് നോക്കിയേ. നമ്മൾ ഷഹാദത്ത് കലിമയുടെ ആദ്യ വരികൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തു അല്ലെ. ഇനി സെക്കൻഡ് വണ് നമുക്ക് ഓർഡർ ആക്കാനുള്ളത് എന്താണ്? അതിന്റെ ബാക്കി എങ്ങനെയായിരുന്നു ചെല്ലുക? ഒന്ന് പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ് കഴിഞ്ഞാല് വ അഷ്ഹദു, എവിടെ വ അഷ്ഹദുന്ന് കണ്ടുപിടിച്ചേ? കണ്ടോ? എല്ലാവരും കണ്ടോ? എവിടെയാണ്? ഇതാ ലാസ്റ്റ് ഉണ്ട് അല്ലേ. അഷ്ഹദു. ഓക്കെ, വെരി ഗുഡ്. വണ്ണെന്ന് നമ്മൾ കൊടുത്തു. ഇനി അന്ന, ദേ, രണ്ടാമത്തേത് നമ്മൾ നമ്പർ ഇട്ടു അല്ലെ. മുഹമ്മദൻ, മുഹമ്മദൻ മൂന്ന് നമ്പർ ഇട്ടു. റസൂലുള്ള നാല് എന്ന് നമ്പർ ഇട്ടു അല്ലെ. കിട്ടിയില്ല മക്കളെ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ തദ്രീബാത്തിൽ ആദ്യത്തിൽ ക്രമത്തിലാക്കാനുള്ളതാണ് അല്ലെ. ക്രമത്തിൽ നമ്പർ ഇടാനാണ്. അപ്പൊ എല്ലാവരും ചെയ്തില്ലേ? കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ, മറന്നു പോകരുതേ. ഇനി യോജിപ്പിക്കുക എന്നാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ കള്ളിയിൽ എന്തൊക്കെയുണ്ട് നോക്കാം. റമലാൻ മാസം, ഇസ്ലാം കാര്യങ്ങൾ, 5 സമയവും, ഷഹാദത്ത് കലിമ. ഇനി അടുത്ത രണ്ടാമത്തെ ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കിയേ. നിസ്കാരം, നോമ്പ് നോൽക്കൽ, 2 5 നോക്കാം അല്ലെ. റമദാൻ മാസം, റമദാൻ മാസം നമ്മൾ എന്താ ചെയ്യാ? നിസ്കാരമാണോ, നോമ്പ് നോൽക്കലാണോ, 2 ഏതാണ്? വെരി ഗുഡ്. എന്താണ്? നോമ്പ് നോൽക്കലാണ് അല്ലെ. റമദാൻ മാസം നോമ്പ് നോൽക്കലാണ്. ഇനി ഇസ്ലാം കാര്യങ്ങളോ? മാഷാല്ലാ, 5 ഇസ്ലാം കാര്യം 5. 5 സമയം എന്താ ഉള്ളത്? 5 സമയത്ത് മാഷാല്ലാ നിസ്കാരം അല്ലെ. 5 സമയം നിസ്കാരം. ഷഹാദത്ത് കലിമ എന്താണ്? 2 ഷഹാദത്ത് കലിമ അല്ലെ. മാഷാല്ലാ. അപ്പൊ അത് കിട്ടിയില്ലേ? എളുപ്പത്തിൽ കഴിഞ്ഞു അല്ലെ. ഇനി പറഞ്ഞു പഠിക്കാം. 2 ഷഹാദത്ത് കലിമ നമുക്ക് അർത്ഥം അറിഞ്ഞ് പഠിക്കണം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ ഓൾറെഡി കൊടുത്തിട്ടില്ലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത്. അപ്പൊ അത് മക്കള് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ താഴെ അത് നമുക്ക് നിറം കൊടുക്കാനുണ്ട്. അത് നിങ്ങൾ നിറം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ട് മാമിന് ഗ്രൂപ്പിൽ അയച്ചു തരണേ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.